ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് SSLC ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയ അത്രയും ടൈം എങ്ങനെ മാനേജ് ചെയ്യും, ഗ്രാമർ എങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിലെ തന്നെ ഞാൻ പറയാം, എനിക്ക് SSLCയിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് ഇംഗ്ലീഷിനാണ്. 80ൽ 72 മാർക്സാണ് എനിക്ക് ഇംഗ്ലീഷിനുള്ളത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ പേപ്പർ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഓക്കെ, അപ്പം എനിക്ക് 72 മാർക്സാണ് ഇംഗ്ലീഷിന്. ഇംഗ്ലീഷ് 80 ഔട്ട് ഓഫ് 80 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ആദ്യം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാമല്ലോ. ആദ്യം ഒരു പാരഗ്രാഫ് വരും, അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ എഴുതണം. അത് കഴിഞ്ഞൊരു പോയം തരും, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ബേസ് ചെയ്ത് എഴുതണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കും. 5 മാർക്സിനാണെന്ന് തോന്നുന്നു, എനിക്കത് 5 മാർക്സിനാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നൊരു ഫോറിനായിട്ടുള്ള ഒരു പാരഗ്രാഫ് വരും, അതിൽ നിന്നൊരു ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ കാണും, അതിന് ആൻസർ എഴുതുക. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ പാരഗ്രാഫ് വന്നിട്ട് എഴുതാനുള്ളതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ, എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഭയങ്കര മോശമാണ് എനിക്കാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇംഗ്ലീഷിന് നല്ല മാർക്ക് കുറയും. അപ്പോൾ പബ്ലിക് എക്സാമിനും 72 മാർക്സേ ഉള്ളൂ. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ടൈമിലൊക്കെ എനിക്ക് A+ കൂടി ഇല്ലായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് കുറവായിരുന്നു. മെയിനായിട്ട് ഗ്രാമർ മിസ്റ്റേക്കാണ്. ഡിസ്കോഴ്സസിലെല്ലാം ഗ്രാമറിന് എനിക്കിങ്ങനെ 1 മാർക്ക് വെച്ച് ഇങ്ങനെ കുറയും. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഈ SSLCക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 എന്തോ തെറ്റി. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ഗൂഗിളിൽ നിന്ന് നോട്ട്സ് എടുക്കുമായിരുന്നു. HSS ലൈവിൽ നിന്ന്, HSS ലൈവ് ആണെന്ന് തോന്നുന്നു. ഞാൻ വെബ്സൈറ്റിൽ നിന്ന് ഇങ്ങനെ നോട്ട്സ്, ചാപ്റ്റർ സമ്മറി നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ സമ്മറീസൊക്കെ കുറേ ഞാൻ വായിച്ചു വെച്ചു. പിന്നെ ഇംഗ്ലീഷ് അധികം ഞാൻ എഴുതി പഠിച്ചിട്ടില്ല. ഞാൻ കൂടുതലായിട്ട് എഴുതി പഠിച്ചിട്ടുള്ളത് ഈ ഹിന്ദി, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ആൻഡ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ, ഹിന്ദി പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. ഒരു ചാപ്റ്റർ തന്നെ കുറേ ടൈംസ് വായിക്കുക. ആൻഡ് ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കുക. നോട്ട്സൊക്കെ നല്ലപോലെ വായിക്കുക. നമുക്ക് കിട്ടുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നല്ലപോലെ യൂസ് ചെയ്യണം ഇംഗ്ലീഷ്. കാരണം എല്ലാവർക്കും മാർക്ക് നല്ലപോലെ കുറയുന്നത് ഇംഗ്ലീഷിലാണ്, ഗ്രാമറിൻ്റെ ഈ ഒരു ഇതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഇനി ഞാൻ ഗ്രാമർ പഠിച്ചിരുന്നത്, ഗ്രാമറിനൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട്. എനിക്ക് അവിടെ ഗ്രാമർ സെക്ഷനിൽ എനിക്ക് 1 മാർക്ക് എന്തോ പോയിട്ടുള്ളൂ. അപ്പോൾ ഗ്രാമർ ഞാൻ ടോട്ടലായിട്ട് ഫുൾ ഗ്രാമറൊന്നും പഠിച്ചില്ല. നമുക്ക് SSLCയിൽ ഗ്രാമർ ഉണ്ടല്ലോ, SSLC ഗ്രാമർ എന്നും പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അപ്പോൾ SSLCയിൽ ചോദിക്കുന്ന കുറച്ച് ഗ്രാമേഴ്സ് ഉണ്ട്. ആ ഗ്രാമേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. സൈലവും കണ്ടിരുന്നു, എക്സാമിനറും കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രാമർ പഠിച്ചത്. പിന്നെ ഗ്രാമർ ഇങ്ങനെ വെറുതെ നോക്കിപ്പോയതല്ല, ഞാൻ ഗ്രാമർ ക്ലാസ്സസ് കണ്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഗ്രാമേഴ്സൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ്. അഡീഷണൽ ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ അത്രയും സ്പീഡിലാണ് എഴുതിപ്പോയത്. തുടങ്ങിയപ്പോഴേ നല്ല സ്പീഡിൽ എഴുതി ആണ് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റിയത്.
അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. അതാണ് എല്ലാ വീഡിയോയിലും അതാണ് പറയുക, പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇങ്ങനെ 2018, 2017 അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ എഴുതി ഇങ്ങനെ പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും ആൻഡ് ഹാൻഡ് റൈറ്റിങ്ങും ബെറ്റർ ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. വേറെ ഇംഗ്ലീഷ് പഠിക്കാൻ വേറെ ടിപ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. നല്ലപോലെ ചാപ്റ്റേഴ്സ് വായിക്കുക, എല്ലാ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. ആൻഡ് ഗ്രാമറാണ് പ്രശ്നമെങ്കിൽ ഗ്രാമർ ക്ലാസ്സസ് ആണ്, ഇഷ്ടംപോലെ ഗ്രാമർ ക്ലാസ്സസ് യൂട്യൂബ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കാണുക. ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാലും, ഇനിയിപ്പം എത്ര ദിവസമുണ്ട്, ഇനിയിപ്പം ഒരു 19 ഡേയ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 19 ഡേയ്സ് ഉണ്ട് പബ്ലിക് എക്സാമിന്. അപ്പോൾ ഇനിയുള്ള ദിവസം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താലും ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമാണ്, മോഡൽ എക്സാം അല്ല. മോഡൽ എക്സാമിന് നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. എന്നാലും മോഡൽ എക്സാമിനേക്ക് ചാപ്റ്റേഴ്സ് തീർന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. പബ്ലിക് എക്സാമാണ് മെയിൻ എയിം. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടുമോയെന്ന് തന്നെ നമുക്ക് സംശയമാണ്. അപ്പം മെയിൻ എയിം പബ്ലിക് എക്സാമായിട്ട് കാണുക, നല്ലപോലെ പഠിക്കുക. ഫുൾ A+ ഒക്കെ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും. SSLC സിമ്പിളാണ്, പരീക്ഷ അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ആദ്യം നിങ്ങൾ ഫസ്റ്റ് പരീക്ഷ നിങ്ങൾക്ക് മലയാളമായിരിക്കുമല്ലോ, ഫസ്റ്റ് പരീക്ഷയ്ക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുക. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്നത്, ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട്. അതുമല്ല വേറെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം വേറെ സ്കൂളിലെ ടീച്ചേഴ്സിനെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്നതും ഹോൾ ടിക്കറ്റും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ആ ടെൻഷനും പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാതെയും കൂടെ പോയാൽ അത് പിന്നെ വേഴ്സ് ആവുകയുള്ളൂ. അപ്പം ഫസ്റ്റ് പരീക്ഷയ്ക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾക്കൊന്ന് പറ്റും, ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും, എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.